ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാർട്ട് 2 ജോഗ്രഫിയിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് 3ാമത്തെ ചാപ്റ്ററായ മഴക്കാടുകളിൽ നിന്ന് മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ആമസോൺ മേഖലയിലെയും മലേഷ്യൻ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെയും പാർപ്പിടങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ തന്നിരിക്കുകയാണ്, ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്നത് മലോഗ എന്ന പ്രത്യേക തരം വീടുകളിലാണ്. അപ്പോൾ ആമസോൺ തടത്തിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകൾക്ക് പറയുന്ന പേരാണ് മലോഗ. ഈ വീടുകൾ കുത്തനെ ചരിഞ്ഞ മേൽക്കൂരയോട് കൂടിയവയുമാണ്. അപ്പോൾ ഈ വീടുകളുടെ പ്രത്യേകത എന്താണ്? കുത്തനെ ചരിഞ്ഞ മേൽക്കൂരയോട് കൂടിയ വീടുകൾക്ക് പറയുന്ന പേരാണ് മലോഗ. ഓലമേഞ്ഞ മേൽക്കൂരയുള്ള വീടുകളും ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഈ ആമസോൺ കാടുകളിൽ ഓലമേഞ്ഞ വീടുകളുണ്ട്, അതുപോലെ കുത്തനെ ചരിഞ്ഞ മേൽക്കൂരയോട് കൂടിയ വീടുകളുണ്ട്. അപ്പോൾ ഇതാണ് ഈ കുത്തനെ ചരിഞ്ഞ മേൽക്കൂരയോട് കൂടിയ വീടുകൾ. അപ്പോൾ ഈ വീടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മലോഗ എന്ന് പറയുന്നത്. ഇനി മലേഷ്യയിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കംബോക്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കംബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മലേഷ്യയിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ വിളിക്കുന്ന പേരാണ് കംബോക്സ്. ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണ്. മരം, മുള, ഇലകൾ എന്നിവ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാൽ വീടിനുള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 2 വീടുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതാണ് മലേഷ്യയിലെ പാർപ്പിടം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് മലേഷ്യൻ പാർപ്പിടം, മലേഷ്യയിലെ വീടുകളാണ്. ഈ കാണുന്നത് ആമസോണിലെ. ഈ വീടിന് മലോഗ എന്ന് പറയും. ഈ വീടുകൾക്ക് പറയുന്ന പേരാണ് കംബോക്സ്. അപ്പോൾ ഈ 2 തരത്തിലുള്ള വീടുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. മലേഷ്യയിലും ആമസോണിലും കാണപ്പെടുന്നത്, ആഫ്രിക്കൻ ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ മലോഗ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞ ഈ കംബോക്സ് എന്ന വീടിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ വീടുകൾ തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ മരം, മുള, ഇലകൾ എന്നിവ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇവ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കഠിനമായ ചൂട് വീട്ടിനുള്ളിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള വീട് നിർമ്മിക്കുന്നത്. ഇനി ഇവിടെ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന നഗരങ്ങളും അവയുടെ സ്ഥാനവും കണ്ടെത്തി ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലുള്ള ചില വീടുകളും സ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഇക്വിറ്റാസ് എന്ന് പറയുന്ന നഗരം. ഇതാണ് ഇക്വിറ്റാസ്. ഇത് നോക്കിയേ, അവിടെ ഈ ഇക്വിറ്റാസ് നഗരമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതാണ് ബൊഗോട്ട നഗരം. അപ്പോൾ ഈ കാണുന്നതാണ് ബൊഗോട്ട. ഇവിടെയൊക്കെ ഉള്ള ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇവിടെയൊക്കെ നല്ല ചൂടാണ്. അതുപോലെ ആമസോൺ വനവും മനൗസ് സിറ്റിയും. അപ്പോൾ ആമസോൺ വനവും മനൗസ് സിറ്റിയുമാണ് ഈ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് സിംഗപ്പൂർ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉള്ള നഗരങ്ങളാണ്. ഇനി ഇവിടെ ഒരു ബോക്സിൽ നിദ്രാരോഗം എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ഈ നിദ്രാരോഗം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം അഥവാ സ്ലീപ്പിംഗ് സിക്നസ് പറയും. അപ്പോൾ ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ഭൂമധ്യരേഖ മഴക്കാടുകളിലാണ് ഈ ഒരു നിദ്രാരോഗം കാണപ്പെടുന്നത്. ഈ രോഗം പകരുന്നത് സെസെ ഈച്ചകളിലൂടെയാണ്. അപ്പോൾ ഈ നിദ്രാരോഗം പകരുന്നത് ഒരു തരം ഈച്ചയാണ്. ആ ഈച്ചയുടെ പേരാണ് സെസെ. ഈ സെസെ എന്ന് പറയുമ്പോൾ അത് എഴുതുന്നത് എങ്ങനെയാണ്? എഴുതുന്നത്
SE ഇതാണ് സെസെ. ഇതുപോലെ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെസെ എന്ന് വായിക്കും. സെസെ. അവിടെ ടി സുനാമി എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ടി എഴുതുമല്ലോ, എന്നിട്ട് സുനാമി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെയും നമ്മൾ ഇങ്ങനെ സെസെ എന്ന് എഴുതുമ്പോൾ ടി സൈലൻ്റ് ആണ്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കൊതുക് പരത്തുന്ന മറ്റൊരു മാരക രോഗമാണ് യെല്ലോ ഫീവർ. അപ്പോൾ ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണുന്ന മറ്റൊരു രോഗമാണ് ഏത്? ഒന്ന് സെസയും ഒന്ന് നിദ്രാരോഗമാണ് ഈ സെസെ. അതുപോലെ മഴക്കാടുകളിൽ കൊതുക് പരത്തുന്ന മാരക രോഗമാണ് യെല്ലോ ഫീവർ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വനസമ്പത്ത് കൊണ്ടും അനേകം നദികളാലും ജലലഭ്യതയാലും പ്രകൃതി സൗന്ദര്യത്താലും ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഏറെ അനുഗ്രഹീതമാണെങ്കിലും പല വിധത്തിലുള്ള ധാരാളം വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അവ ഏതെല്ലാമെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥ സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ പിന്തുണയ്ക്കുന്നുവെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ പഠിച്ചു ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നല്ല ചൂടുണ്ട്, അതുപോലെ ചൂട് ആയതുകൊണ്ട് തന്നെ അവിടെ വർഷം മുഴുവനും മഴ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈർപ്പമുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് അത് സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ പിന്തുണയ്ക്കുന്നുവെന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ കാലാവസ്ഥ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്കും വ്യാപനത്തിനും കൂടി കാരണമാകുന്നു. അപ്പോൾ ഈ കാലാവസ്ഥയിൽ എന്തുണ്ടാകുന്നു? കീടങ്ങളും അതുപോലെ ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ ഒരു കാലാവസ്ഥയാണ്. അണുക്കളും ബാക്ടീരിയകളും ഈർപ്പമുള്ള വായുവിലൂടെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? അണുക്കൾ ഉണ്ടാകുന്നു. പെട്ടെന്നൊക്കെ ബാക്ടീരിയകളും ഈ ഈർപ്പമുള്ള വായുവിലൂടെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് ഈ മേഖലയിൽ വൻതോതിലുള്ള രോഗവ്യാപനത്തിന് കാരണമാകുന്നു. കീടങ്ങളുടെ വ്യാപനം വിളകളെയും ഏറെ ഹാനികരമായി ബാധിക്കാറുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ ഭൂമധ്യരേഖ കാലാവസ്ഥയിലെ ആ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയും എന്ത് ചെയ്യുന്നു? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണെങ്കിലും ഈ ഈർപ്പമുള്ള കാലാവസ്ഥയിലൂടെ പെട്ടെന്ന് തന്നെ അണുക്കളും ബാക്ടീരിയകളും ഒക്കെ വളർന്നു വരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ അണുക്കളും ബാക്ടീരിയകളും എന്ത് ചെയ്യുന്നു? ഈ ഈർപ്പമുള്ള വായുവിലൂടെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പകരും. ഇത് രോഗവ്യാപനത്തിന് കാരണമാകുകയും അതുപോലെ തന്നെ കീടങ്ങളുടെ വ്യാപനം വിളകളെയും ഹാനികരമായി ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ആധുനിക നഗരങ്ങൾ ഒഴിച്ചാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല. അപ്പോൾ നമുക്കറിയാം ഈ ആഫ്രിക്കയിൽ അതുപോലെ പലതരത്തിലുള്ള ഈ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലൊക്കെ വലിയ വലിയ നഗരങ്ങൾ ഒഴിച്ചാൽ, ആധുനിക രീതിയിലുള്ള നഗരങ്ങൾ ഒഴിച്ചാൽ ഈ സ്ഥലങ്ങളിലൊന്നും മിക്ക പ്രദേശങ്ങളിലും എന്തില്ല? അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല. ഈ പ്രദേശത്തിൻ്റെ ഭൗതിക വികസനത്തിന് ഇവിടങ്ങളിലെ നിബിഡ വനങ്ങൾ തടസ്സമാകുന്നു. അപ്പോൾ മാത്രമല്ല ഇവിടുത്തെ വികസനത്തിന് നിബിഡ വനങ്ങളൊന്നും വെട്ടിമറിച്ച് അവിടെ എന്തുണ്ടാക്കാൻ പറ്റത്തില്ല? വികസനമൊന്നും വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊക്കെ ഈ ഒരു നിബിഡ വനങ്ങൾ എന്ത് ചെയ്യുന്നു? തടസ്സമാകുന്നു. ഇടതൂർന്ന വനങ്ങൾക്കുള്ളിലൂടെയും ചതുപ്പ് നിലങ്ങൾക്ക് മുകളിലൂടെയും റോഡുകളും റെയിൽപാതകളും നിർമ്മിക്കുക എന്നതും അവ പരിപാലിക്കുക എന്നതും ഏറെ ശ്രമകരവും ചെലവേറിയതുമാണ്. അപ്പോൾ അതിനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? ഇവിടത്തെ നിബിഡ വനങ്ങളാണ്. അതുപോലെ ചതുപ്പ് നിലങ്ങൾ, ഇതുപോലെ റെയിൽവേയും ഗതാഗതവും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനൊക്കെ വലിയ ചിലവുണ്ട്. ഇത്തരം വനമേഖലകളിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ഉടൻ ലാലങ്ങ് പോലുള്ള ഉയരമേറിയ പുല്ലുകളും നിബിഡമായ അടിക്കാടുകളും വളരുന്നു. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ മരം മുറിച്ചു മാറ്റിയാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ലാലങ്ങ് പോലുള്ള ഉയരമേറിയ പുല്ലുകളും നിബിഡമായ അടിക്കാടുകളും വളരുന്നു. ഇത് പലപ്പോഴും കൃഷിയെയും സാരമായി ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ പുല്ലും ഒക്കെ വളരുന്നത് കൃഷിയെ ബാധിക്കാറുണ്ട്. വന്യമൃഗങ്ങളും രോഗം പരത്തുന്ന പ്രാണികളും വിഷജന്തുക്കളും ഇത്തരം വനമേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവൻ ഏറെ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. അപ്പം ഇവിടെ വനങ്ങളായതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയുണ്ട്? വന്യമൃഗങ്ങൾ, രോഗം പരത്തുന്ന പ്രാണികൾ, വിഷജന്തുക്കൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഈ വന്യജീവികൾ എവിടെയുണ്ട്? ഈ വനമേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആളുകളുടെ ജീവനേറെ വെല്ലുവിളികൾ ഉയർത്താനുമുണ്ട്.
ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളിലും കോങ്കോ തടം, ബോർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും ഇന്നും ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എവിടെയൊക്കെയാണ് ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളുണ്ട് അവിടെയും, അതുപോലെ കോങ്കോ തടാകം, പിന്നെ എവിടെയാണ് ബോർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും എന്തില്ല, ഈ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. നദികളാണ് പ്രകൃതിദത്ത ഹൈവേകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഹൈവേകൾ എന്ന് പറയുന്നത് എന്താണ്, നദികളാണ്. അപ്പോൾ ഇവർ കൂടുതലും ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത് എന്താണ്, ബോട്ടിങ്ങിലൂടെയും അങ്ങനെ വള്ളങ്ങളിലൂടെയും ഒക്കെയാണ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശങ്ങൾ വൃക്ഷനിബിഡമാണെങ്കിലും വാണിജ്യ അടിസ്ഥാനത്തിൽ അവയെ ചൂഷണം ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമാണ്. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വൃക്ഷം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, വൃക്ഷനിബിഡമാണ്. പക്ഷേ ഈ വൃക്ഷങ്ങളെ വാണിജ്യ അടിസ്ഥാനത്തിൽ ചൂഷണം ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമാണ്. കാരണം അവിടെ എന്തില്ല, മരം മുറിച്ചിട്ടാൽ മാത്രം പോരല്ലോ, അതിനെ കൊണ്ടുപോകാനോ അതിനെ മറ്റ് വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽക്കാനോ ഒന്നും സാധിക്കില്ല. കാരണം അത് ഗതാഗതമില്ല അവിടെ. മരങ്ങളുടെ അതിബാഹുല്യം, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് തടികൾ നീക്കിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്നിവ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മരം വെട്ടിന് തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോൾ മരങ്ങളുടെ അതിബാഹുല്യവും പിന്നെന്താണ്, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് തടികൾ നീക്കിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവയൊക്കെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മരം വെട്ടിന് തടസ്സം സൃഷ്ടിക്കുന്നു. തടികളുടെ ഭാരക്കൂടുതൽ മൂലം പലപ്പോഴും ഇവയെ നദികളിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകാനും സാധിക്കാറില്ല. അപ്പോൾ തടികൾക്ക് ഭാരം കൂടിയത് കാരണം ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പലപ്പോഴും നദികളിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഇനി മേച്ചിൽ സ്ഥലങ്ങളുടെ അഭാവം, പ്രാണികളുടെ ആക്രമണം എന്നിവ മൂലം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കന്നുകാലി വളർത്തൽ ഒരു പ്രധാന ഉപജീവന മാർഗമായി വളർന്നു വന്നിട്ടില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ വായിച്ചതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, ഈ ആഫ്രിക്കയിലെ അതല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് താമസിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നിബിഡ വനങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് എന്ത് ചെയ്യാൻ സഹിക്കേണ്ടി വരുന്നു. ഇനി ലോക കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖാ മഴക്കാടുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് 1/3 വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം, കോങ്കോ തടം, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 മേഖലകളിലായിട്ടാണ്. ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഭൂമധ്യരേഖാ മഴക്കാടുകൾ ഇന്ന് പല രീതിയിൽ വനനശീകരണ ഭീഷണി നേരിടുന്നു. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്, ലോക കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖാ മഴക്കാടുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എത്രയാണ്, ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് 1/3 വനപ്രദേശവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആമസോൺ തടാകം, അതുപോലെ കോങ്കോ തടാകം, ആമസോൺ തടം, കോങ്കോ തടം, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 മേഖലയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഭൂമധ്യരേഖാ മഴക്കാടുകൾ ഇന്ന് പല രീതിയിൽ വനനശീകരണ ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ ഇനി ബ്രസീലിലെ മഴക്കാടുകളിലെ കാട്ടുതീയാണ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് കാട്ടുതീ ഉണ്ടാകാറുണ്ട് ഈ കാടുകളിൽ. ഇനി ആമസോൺ വനങ്ങളിലെ കാട്ടുതീയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാട്ടുതീയെപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്നു അല്ലേ? മനുഷ്യപ്രേരിതമായ വനനശീകരണമാണ് ഈ മേഖല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. അപ്പോൾ എന്താണ്, നമ്മുടെ ആമസോൺ വനത്തിലെ കാട്ടുതീയെക്കുറിച്ചുള്ള വാർത്തകൾ വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പത്രമാധ്യമങ്ങളിൽ നിന്നും ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി മനുഷ്യപ്രേരിതമായ വനനശീകരണമാണ് ഈ മേഖല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. കൃഷി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, ഖനനം എന്നിങ്ങനെ നിരവധിയായുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ ഈ മഴക്കാടുകളെ വ്യാപകമായി നശിപ്പിക്കുന്നു. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ, സസ്യ ജന്തു വൈവിധ്യം, മനുഷ്യജീവിതം എന്നിവയെ പറ്റിയാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്.
ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റൊരു മേഖലയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, അവിടുത്തെ കാലാവസ്ഥാ സവിശേഷതകൾ, അവിടുത്തെ സസ്യജന്തു ജൈവ വൈവിധ്യം, മനുഷ്യ ജീവിതം ഇവയൊക്കെക്കുറിച്ച് പഠിച്ചെങ്കിൽ ഇനി നമ്മൾ മറ്റൊരു മേഖലയിലെ ഭൂമിശാസ്ത്ര സവിശേഷതയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയും എന്താണ്, ഒരു യാത്രാക്കുറിപ്പ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ആ ചുവടെയുള്ള യാത്രാക്കുറിപ്പ് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വടക്കുള്ള പട്ടണം കാണണമെന്നുള്ള ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. നോർവേയുടെ വടക്ക് ആർട്ടിക് കടലിൽ സ്ഥിതി ചെയ്യുന്ന സ്വാൽബാർഡ് ദ്വീപസമൂഹത്തിലെ ലോങ് ഇയർബൈൻ എന്ന പട്ടണത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. നോർവേയുടെ ഭാഗമാണ് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്വാൽബാർഡ് എന്ന ഈ ദ്വീപസമൂഹം. 1000-ലധികം ജനങ്ങൾ വസിക്കുന്ന ഈ ഖനന പട്ടണത്തെയാണ് ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖല എന്ന് പറയുന്നത് ഏതാണ്? സ്വാൽബാർഡ് എന്ന് പറയുന്ന ഒരു ദ്വീപ സമൂഹമാണ്. അപ്പോൾ ഇവിടെ 1000-ലധികം ജനങ്ങൾ വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്നൊരു പ്രദേശമാണ് ഈ സ്വാൽബാർഡ് എന്ന് പറയുന്നത്. ഇത് നോർവേയുടെ ഭാഗമാണ് ഈ സ്വാൽബാർഡ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് ഒരു ദ്വീപ സമൂഹമാണ്. സ്വാൽബാർഡ് എന്ന് പറയുന്നത് നോർവേയുടെ വടക്ക് ആർട്ടിക് കടലിലാണ് ഈ സ്വാൽബാർഡ് ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിലെ ലോങ് ഇയർബൈൻ എന്ന പട്ടണമുണ്ട്. അപ്പോൾ ഈ ദ്വീപ സമൂഹത്തിൽ ഒരു പട്ടണമുണ്ട് സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിൽ. ആ പട്ടണത്തിൻ്റെ പേരാണ് ലോങ് ഇയർബൈൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇവിടുത്തെ സാഹചര്യങ്ങളും മനുഷ്യജീവിതവും ഏവരിലും അതിശയവും കൗതുകവും ജനിപ്പിക്കും. അപ്പോൾ ഈ സ്വാൽബാർഡ് എന്ന് പറയുന്ന സ്ഥലം, അവിടുത്തെ മനുഷ്യജീവിതം, അതുപോലെ അവരുടെ സാഹചര്യങ്ങൾ, ഇതൊക്കെ എല്ലാവരിലും അതിശയവും കൗതുകവും ജനിപ്പിക്കുന്നതാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നുള്ള എന്നെപ്പോലൊരു വ്യക്തി എത്ര അത്ഭുതത്തോടെയാണ് ഈ പട്ടണത്തിലെ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രാക്കുറിപ്പ് എഴുതിയ ആ ഒരു സഞ്ചാരി, അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ നിന്നാണ് അദ്ദേഹം ഈ ഒരു ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് പോയ ആളാണ്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ എത്തിയ ദിവസം ശക്തമായ ഹിമപാതമുണ്ടായിരുന്നു. എല്ലാ വർഷവും നവംബർ പകുതി മുതൽ ജനുവരി വരെ ഈ പട്ടണം പൂർണ്ണമായും ഇരുട്ടിലാകുന്നു. അപ്പോൾ ഈ സ്വാൽബാർഡ് പട്ടണത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം ഇവിടെ എത്തിയ ദിവസം എന്താണ്, ശക്തമായ ഹിമപാതമുണ്ട്, മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എല്ലാ വർഷവും നവംബർ പകുതി മുതൽ ജനുവരി വരെ ഇവിടെ എന്ത് ചെയ്യുന്നു, പട്ടണം പൂർണ്ണമായും ഇരുട്ടിലാകും. ധ്രുവരാത്രി എന്ന് വിളിക്കുന്ന ഈ കാലയളവിൽ ഇവിടെയുള്ളവർക്ക് അവരുടെ ജീവിത രീതികൾ പുനഃക്രമീകരിക്കേണ്ടതായി വരുന്നു. അപ്പോൾ ആ ഒരു എല്ലാ വർഷവും നവംബർ മുതൽ ജനുവരി വരെ ഇരുട്ടിലാണെന്ന് പറഞ്ഞു. ആ ഒരു പ്രതിഭാസം, ആ ഒരു നടക്കുന്ന എന്താണ്, അതിന് വിളിക്കുന്ന പേരാണ് ധ്രുവരാത്രി. അപ്പോൾ ഈ ധ്രുവരാത്രി എന്ന് പറഞ്ഞാൽ ഈ കാലയളവിൽ ഇവിടെയുള്ളവർക്ക് അവരുടെ ജീവിത രീതികൾ എന്ത് ചെയ്യണം, പുനഃക്രമീകരിക്കേണ്ടതായി വരുന്നുണ്ട്. രാവിലെ ജോലിക്കായി പുറത്തേക്ക് പോകുമ്പോൾ രോമക്കുപ്പായങ്ങൾക്ക് പുറമെ ഇരുട്ടിൽ തിരിച്ചറിയുന്നതിനായി റിഫ്ലക്ടർ ഘടിപ്പിച്ച വസ്ത്രങ്ങൾ കൂടി ധരിക്കാറുണ്ടത്രേ. അപ്പോൾ ഇവർക്ക് എന്താണ്, രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകും, തിരിച്ചു വരുമ്പോൾ രാത്രിയാവും. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം, റിഫ്ലക്ടർ ഘടിപ്പിച്ച വസ്ത്രങ്ങൾ, ഈ ഇരുട്ടിൽ തിരിച്ചറിയുന്നതിനായിട്ട് റിഫ്ലക്ടർ ഘടിപ്പിച്ച വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇവർ പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണാനാകുന്ന ഒരു അത്ഭുതമാണ് ധ്രുവദീപ്തി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ധ്രുവദീപ്തിയാണ്. ധ്രുവദീപ്തി ബഹുവർണ്ണ നിറത്തിലുള്ള ആകാശവും അതിൻ്റെ ചുവട്ടിൽ അതേ നിറങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ഞുമലകളും ഒരുക്കിയ ദൃശ്യഭംഗി കണ്ട് ഞാനെല്ലാം മറന്നു നിന്ന് പോയി. അപ്പോൾ ഈ കാണിച്ചിട്ടുണ്ട് കേട്ടോ ധ്രുവദീപ്തി. ഈ ഒരു ചിത്രം ഇത് കണ്ടോ, ഇതാണ് ധ്രുവദീപ്തി എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അതിമനോഹരമായ ബഹുവർണ്ണ നിറത്തിലുള്ള ആകാശം. ആകാശം കണ്ടോ, ആകാശത്തിൻ്റെ നിറം കണ്ടോ, പല തരത്തിലാണ് ഇവിടെ ആകാശം കാണാൻ പറ്റുന്നത്. ബഹുവർണ്ണ നിറത്തിലുള്ള ആകാശവും അതിൻ്റെ ചുവട്ടിൽ അതേ നിറങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ഞുമലകളും, ഇതേപോലുള്ള മഞ്ഞുമലകളും ഒക്കെ ഒരുക്കിയ ദൃശ്യഭംഗി കണ്ട് ഞാനെല്ലാം മറന്നുപോയി. ഇതൊക്കെ നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്ന വസ്തുതകളാണ്. അപ്പോൾ ആർട്ടിക് പര്യവേഷണത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കരുതപ്പെടുന്ന ലോങ് ഇയർബൈൻ എന്ന പട്ടണം സന്ദർശിച്ച ഒരു സഞ്ചാരിയുടെ അനുഭവക്കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ്, ആർട്ടിക് പര്യവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കരുതപ്പെടുന്ന ലോങ് ഇയർബൈൻ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും, അതൊരു നഗരമാണ്, ഈ ഒരു പട്ടണമാണ് ലോങ് ഇയർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സന്ദർശിച്ച ആ സഞ്ചാരിയുടെ അനുഭവക്കുറിപ്പാണ് നമ്മൾ വായിച്ചത്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നിന്നും വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവിടെയുള്ളത്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം എന്താണ്, ഇവിടെ ഹിമപാതമുണ്ട്, അതുപോലെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, നവംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ ഇവിടെ ഇപ്പോഴും എന്താണ് ധ്രുവരാത്രി എന്ന് പറയുന്ന ഒരു സവിശേഷത ഉള്ള സമയമാണ്. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ചുവടെ നൽകിയിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തൂ. അപ്പോൾ ഭൂപടം നിരീക്ഷിച്ച് സ്ഥാനം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, ഇവിടെ ഐസ് ക്യാപ്പ് തന്നിട്ടുണ്ട്, പിന്നെ അടുത്തുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പം നമുക്ക് ആ ഭൂപടം ഒന്ന് നോക്കാം. ഇവിടെ ഹിന്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന സൂചിക എന്ന് പറയുന്നത് ഐസ് ക്യാപ്പ്, ഇവിടെ വൈറ്റ് കൊടുത്തിരിക്കുന്നതാണ് ഐസ് ക്യാപ്പ്. ഇവിടെ ഒരു ബ്രൗൺ കളറിലുള്ളത് ടൺഡ്ര മേഖലയുമാണ്. അപ്പോൾ ടൺഡ്ര മേഖല എന്ന് പറയുമ്പോൾ ഏതെല്ലാം സ്ഥലങ്ങൾ ഉൾപ്പെടുന്നതാണ് ടൺഡ്ര മേഖല, ഐസ് ക്യാപ്പ് ഏതാണ് എന്നാണ് ഇനി ഇവിടെ നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ ഗ്രീൻലാൻഡ് ആണ് ഐസ് ക്യാപ്പിൽ ഉൾപ്പെടുന്നത്, ഗ്രീൻലാൻഡ് ഇതിൽ വരും. ഇനി അതുപോലെ ടൺഡ്ര മേഖലയിൽ ഉൾപ്പെടുന്നതാണ് വടക്കൻ കാനഡയുടെ ഭാഗങ്ങൾ, വടക്കൻ കാനഡ, അലാസ്ക, ഐസ്ലാൻഡ്, അതുപോലെ വടക്കൻ സ്കാൻഡിനേവിയ, സൈബീരിയ, ഇതൊക്കെ ഏതാണ് ടൺഡ്ര മേഖലയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ടൺഡ്ര മേഖലയുടെ സ്ഥാനം തിരിച്ചറിഞ്ഞില്ലേ, ഇനി ടൺഡ്ര മേഖല ഏതൊക്കെ വൻകരകളിലായാണ് വ്യാപിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈബീരിയ, ഇവിടെ സൈബീരിയ ഏതാണ്, ടൺഡ്ര മേഖലയിലെ സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, വടക്കൻ സ്കാൻഡിനേവിയ, വടക്കൻ കാനഡ, അലാസ്ക, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, ഏതൊക്കെ വൻകരകളിലാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇതൊക്കെ ടൺഡ്ര മേഖല, ഇതാണ് ടൺഡ്ര മേഖല, ഇതൊക്കെ ടൺഡ്ര മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ടൺഡ്ര മേഖലയെക്കുറിച്ചും ടൺഡ്ര മേഖലയുടെ കാലാവസ്ഥ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടിന്യൂഷനായിട്ട് ഓരോ ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതേ നോക്കിയേ, നമ്മളിവിടെ കാണിച്ച സ്ഥലങ്ങളാണ് ഇത് ഓരോന്നും ഏതെല്ലാം ഭൂഖണ്ഡത്തിലാണ് എന്നാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ വടക്കൻ കാനഡ, അലാസ്ക, അതുപോലെ ഇതൊക്കെ ഐസ്ലാൻഡ്, ഇതൊക്കെ വരുന്നത് എവിടെയാണ്, കുറച്ച് ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, ഇതൊക്കെ യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലാണ് വരുന്നത്. പിന്നെ വടക്കൻ സ്കാൻഡിനേവിയ, സൈബീരിയ, ഇതൊക്കെ ഏഷ്യയുടെ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ അലാസ്കയും വടക്കൻ കാനഡ, ഇതൊക്കെ വരുന്നത് വടക്കേ അമേരിക്കയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ, ഇനി ഇത് ഓരോന്നും ഏതൊക്കെ വൻകരയിലാണെന്ന് നമുക്ക് പറയാം. സൈബീരിയ ഏത് വൻകരയിലാണ്?
അപ്പോൾ സൈബീരിയ ഏത് വൻകരയിലാണ് എന്ന് ചോദിച്ചാൽ സൈബീരിയ ഏഷ്യൻ വൻകരയിലാണ്, ഏഷ്യയിലാണ് സൈബീരിയ. അതുപോലെ ഗ്രീൻലാൻഡ് യൂറോപ്യൻ വൻകരയിലാണ്, യൂറോപ്പിലാണ് ഗ്രീൻലാൻഡ്. ഐസ്ലാൻഡ് വന്നിട്ട് വടക്കേ അമേരിക്കയിലാണ്, വടക്കേ അമേരിക്ക. ഇനി വടക്കൻ സ്കാൻഡിനേവിയ ആണെങ്കിൽ അത് യൂറോപ്പിലാണ്, വടക്കൻ സ്കാൻഡിനേവിയ യൂറോപ്പിലാണ്. വടക്കൻ കാനഡ അമേരിക്കയിലാണ്, വടക്കേ അമേരിക്കയിലാണ്. അലാസ്കയും വടക്കേ അമേരിക്കയിലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങളും അവിടെ ഉള്ള പ്രദേശങ്ങളും. ഇനി നമ്മൾ തൈഗ മേഖലയുടെ വടക്കായാണ് ടണ്ട്ര മേഖല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ടണ്ട്ര മേഖലയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. തൈഗ മേഖലയുടെ വടക്കായിട്ടാണ് ഈ ടണ്ട്ര മേഖല സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്കയുടെയും യൂറേഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിൻ്റെ തീരങ്ങളിലുമായി ഈ കാലാവസ്ഥാ മേഖല വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഈ ടണ്ട്ര മേഖല എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കേ അമേരിക്കയുടെയും യൂറേഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിൻ്റെ തീരങ്ങളിലുമായി ഈ കാലാവസ്ഥാ മേഖല വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാം, ഏതൊക്കെ മേഖലകൾക്കിടയിലായിട്ടാണ് ടണ്ട്ര മേഖല സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, വടക്കേ അമേരിക്കയുടെയും യൂറേഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിൻ്റെ തീരങ്ങളിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നൊരു മേഖലയാണ് ഈ ടണ്ട്ര മേഖല. ടണ്ട്ര മേഖലയെ ആർട്ടിക് ടണ്ട്ര, ആൽപൈൻ ടണ്ട്ര എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ടണ്ട്ര മേഖലയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ആർട്ടിക് ടണ്ട്രയും ആൽപൈൻ ടണ്ട്ര എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അവ ഓരോന്നും ഏതേത് മേഖലയിലായി സ്ഥിതി ചെയ്യുന്നുവെന്ന് പട്ടികയിൽ നിന്ന് തിരിച്ചറിയാനും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പട്ടികയിലോട്ട് നോക്കാം. അപ്പോൾ ആർട്ടിക് ടണ്ട്ര അതുപോലെ ആൽപൈൻ ടണ്ട്ര ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അലാസ്ക, കാനഡ, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ തൈഗ മേഖലയുടെ വടക്കായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ആർട്ടിക് ടണ്ട്ര. അപ്പോൾ ആർട്ടിക് ടണ്ട്ര ഏതൊക്കെ പ്രദേശങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കും. അലാസ്ക, കാനഡ, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ ഇത്രയും ഭാഗങ്ങളിൽ തൈഗ മേഖലയുടെ വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ആർട്ടിക് ടണ്ട്ര. ഇനി ആൽപൈൻ ടണ്ട്രയാണെങ്കിലോ ഉയരമേറിയ പർവ്വത പ്രദേശങ്ങളിലാണ് ആൽപൈൻ ടണ്ട്ര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആൽപൈൻ ടണ്ട്രയുടെ സ്ഥാനം ദാ ഇവിടെയായിട്ട് ഈ ഉയരമേറിയ പർവ്വതങ്ങളിൽ ആയിട്ട് പർവ്വത പ്രദേശങ്ങളിലാണ് ആൽപൈൻ ടണ്ട്ര. അതുപോലെ ആർട്ടിക് തീരങ്ങളിൽ ടൈഗ മേഖലയുടെ വടക്കായിട്ടാണ് നമ്മുടെ ഏത് സ്ഥിതി ചെയ്യുന്നത്? ആർട്ടിക് ടണ്ട്ര സ്ഥിതി ചെയ്യുന്നത്. ഇനി ടണ്ട്ര കാലാവസ്ഥാ മേഖലയെ ആർട്ടിക് അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖലയെന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ടണ്ട്ര കാലാവസ്ഥയെ മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട്. അതാണ് ധ്രുവീയ കാലാവസ്ഥ അല്ലെങ്കിൽ ആർട്ടിക് കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നത് ടണ്ട്ര കാലാവസ്ഥയാണ്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും അനുഭവപ്പെടുന്ന ഈ മേഖലയുടെ കാലാവസ്ഥാ സവിശേഷതകളാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഹ്രസ്വമായ വേനൽക്കാലം, വളരെ, അതായത് നമ്മുടെ ധ്രുവീയ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചൂട് കാലം, ഹ്രസ്വമായ വേനൽക്കാലം മാത്രമേ ഉള്ളൂ. ദീർഘകാലമായിട്ട് ഇവിടെ ശൈത്യകാലമുണ്ട്. വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനില ടണ്ട്ര കാലാവസ്ഥയുടെ സവിശേഷതയാണ്. അപ്പോൾ ഈ ടണ്ട്ര കാലാവസ്ഥയുടെ സവിശേഷതകളിൽ പെടുന്നതാണ് ശരാശരി വാർഷിക താപനില എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനിലയാണ് ഈ ടണ്ട്ര കാലാവസ്ഥയുടെ സവിശേഷത. ശൈത്യകാലത്തിൻ്റെ മധ്യത്തിൽ താപനില -30°C വരെ താഴാറുണ്ട്. ശൈത്യകാലമായാൽ ശൈത്യകാലത്തിൻ്റെ മധ്യമാകുമ്പോഴേക്കും ഇവിടുത്തെ താപനില എങ്ങനെയാണ്? -30°C വരെ താഴാറുണ്ട്. ഈ കാലയളവിൽ ടണ്ട്ര മേഖലയുടെ ഉൾഭാഗങ്ങളിൽ താപനില ഇതിലും താഴാറുണ്ട്. അപ്പോൾ ഈ തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ശൈത്യകാലമൊക്കെ ആകുമ്പോൾ ഇവിടെ എന്താണ് ഈ പറഞ്ഞ ടണ്ട്ര മേഖലയുടെ ഉൾഭാഗങ്ങളിൽ താപനില ഈ -30°C താഴെ ആവാറുണ്ട്. ഹ്രസ്വമായ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഈ കാലയളവിലെ
ഏതാനും ചില ആഴ്ചകളിലാണ് താപനില 0°C മുകളിൽ എത്തുന്നത്. അപ്പോൾ ഈ സമയത്ത് ചില അവസരങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏതാനും ചില ആഴ്ചകളിൽ മാത്രമേ താപനില 0°C മുകളിലോട്ട് എത്തുന്നുള്ളൂ. ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല. അപ്പോൾ ഈ മേഖലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല. അപ്പോൾ ഈ സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്യും, ഉദിച്ചിങ്ങനെ ഇരിക്കും. ആർട്ടിക് വൃത്തം മുതൽ എവിടെ വരെയാ, ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ചില സമയത്ത്. അതുപോലെ ഈ പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ ഉദിക്കാറുമില്ല. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് 6 മാസത്തോളം എന്താണ് പകലും 6 മാസത്തോളം തണുപ്പും രാത്രിയുമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് ഏത്, നമ്മുടെ ധ്രുവം പ്രദേശങ്ങളെന്ന് പറയുന്നത്. ഇത് ആർട്ടിക് വൃത്തം മുതൽ ധ്രുവ പ്രദേശം വരെയുള്ള ടണ്ട്ര മേഖലയിലെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ആഴ്ചകളോളം എന്ത് ചെയ്യില്ല, സൂര്യൻ അസ്തമിക്കാറില്ല. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ ഉദിക്കാറുമില്ല. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോങ് ഇയർബൈൻ സന്ദർശിച്ച സഞ്ചാരി തൻ്റെ യാത്രാക്കുറിപ്പിൽ പറഞ്ഞ ധ്രുവരാത്രിയെ പറ്റി നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ ഇതാണ് ധ്രുവരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ്, ലോങ് ഇയർബൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടുന്നതിൻ്റെ കാരണം എന്തെന്ന് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ എന്താണ് ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞല്ലോ. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന ഏതാണ്ട് 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകലായിരിക്കും. അപ്പോൾ സൂര്യൻ എവിടെയാണെന്ന്, ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ആ 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ എന്തായിരിക്കും, പകലായിരിക്കും. ഇനി സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുന്ന 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ എന്തായിരിക്കും, പകൽ വെളിച്ചം കാണാനാകില്ല. അപ്പോൾ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ രാത്രിയും സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ 6 മാസ കാലയളവും എന്തുമായിരിക്കും, പകലുമായിരിക്കും. അപ്പം എന്നത് ഏത് മേഖലയുടെ സവിശേഷതയാണ്, ഇതാണ് നമ്മളെ ടണ്ട്ര മേഖലയുടെ സവിശേഷത. അപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന മാസങ്ങൾ ഏതെല്ലാം, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്, ഈ കാലയളവിൽ ധ്രുവങ്ങളിൽ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ഏത് വിധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്, മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്നത്. മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ. പിന്നെ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഇങ്ങനെ സൂര്യൻ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും. ഇനി ഈ കാലയളവിൽ ധ്രുവങ്ങളിൽ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ഏത് വിധമാണ് എന്ന് ചോദിച്ചാൽ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ എവിടെയാണ്, വടക്ക് ഭാഗത്ത് എന്തായിരിക്കും, അതായത് പകലായിരിക്കും. ഉത്തരധ്രുവത്തിൽ പകലും ദക്ഷിണ ധ്രുവത്തിൽ ആണെങ്കിൽ ആ സമയത്ത് എന്തുമായിരിക്കും, രാത്രിയുമായിരിക്കും. അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത് മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലാണ്. അപ്പോൾ ശൈത്യകാലത്ത് മഴ പെയ്യുന്നത് എങ്ങനെയാണ്, വർഷണം നടക്കുന്നത് എങ്ങനെയാണ്, മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലാണ്. ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറുണ്ട്. അപ്പോൾ ചക്രവാതങ്ങൾ ശക്തമാണെങ്കിൽ ആ തീരപ്രദേശത്ത് നല്ല കനത്ത മഴ ലഭിക്കാറുണ്ട്. ഈ മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളാണ് ബ്ലിസാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്ലിസാർഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത് മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലാണ്. ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറുണ്ട്. ഈ മേഖലയിൽ വീശുന്ന, അതായത് നമ്മുടെ തീരപ്രദേശങ്ങളിൽ വീശുന്ന കനത്ത ആ ഒരു ശക്തിയേറിയ ഹിമക്കാറ്റുകളെയാണ് ബ്ലിസാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശൈത്യകാലത്ത് തീരപ്രദേശങ്ങളിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകൾ, അതിന് പറയുന്ന പേരാണ്
ബ്ലിസാർഡ്. ഇവ പലപ്പോഴും ശക്തിയായ ഹിമപാതത്തിന് കാരണമാകാറുണ്ട്. അപ്പോൾ ഈ കാറ്റുകൾ പലപ്പോഴും എന്താണ്, ശക്തമായ ഹിമപാതത്തിന് കാരണമാകാറുണ്ട്. അപ്പോൾ ഇവിടെ ടണ്ട്ര പ്രദേശത്തെ ഹിമപാതമാണ് ഈ കാണുന്നത്. ഹിമപാതം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ മഞ്ഞ് വന്ന് ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്ന ഈ ഒരു അവസ്ഥ, എല്ലായിടവും മഞ്ഞ് കൊണ്ട് മൂടും. ഇതിനാണ് ഹിമപാതം എന്ന് പറയുന്നത്. ടണ്ട്ര മേഖലയിലെ ഒരു പ്രദേശത്ത് രേഖപ്പെടുത്തിയ വർഷണത്തിൻ്റെയും താപനിലയുടെയും വാർഷിക വിതരണക്രമമാണ് ചുവടെ നൽകിയിട്ടുള്ള ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡയഗ്രാം വിശകലനം ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം ഈ ഡയഗ്രാം. അപ്പോൾ ഗ്രീൻലാൻഡിലെ അപർനാവിക് എന്ന സ്ഥലത്തുള്ള ഈ ഒരു ഡയഗ്രാമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ ഓരോ മാസങ്ങൾ തന്നിട്ടുണ്ട്, അവിടെ വർഷണം മില്ലിമീറ്റർ തന്നിട്ടുണ്ട്, ശരാശരി താപനില ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വർഷണം ഉള്ളത് ഏത് മാസമാണെന്ന് നമുക്ക് നോക്കാം. 54 ഒക്ടോബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വർഷണം ഉണ്ടായിരിക്കുന്നത്. 54 മില്ലിമീറ്ററാണ് ഒക്ടോബർ മാസത്തിലെ വർഷണം എന്ന് പറയുന്നത്. ഇനി ശരാശരി താപനില എത്രയാണെന്ന് നമുക്ക് നോക്കാം. ശരാശരി താപനില കണക്കാക്കുകയാണെങ്കിൽ 6.4 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന താപനിലയിൽ ശരാശരി താപനില എന്ന് പറയുന്നത്. അത് ജൂലൈ മാസത്തിലാണ് താപനിലയിൽ അല്പം വർധനവുള്ളത്. ഇനി കുറഞ്ഞ താപനിലയാണെങ്കിൽ ഇവിടെ എത്രയാണ്? കുറഞ്ഞ താപനിലയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്ര? -23.4 ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞിരിക്കുന്നത്. -23.4. അത് ഫെബ്രുവരി മാസത്തിലായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മാസം ഏതെന്ന് അപ്പോൾ നമുക്കിവിടെ സൂചകങ്ങളായിട്ട് തന്നിട്ടുണ്ട്. ഇനി എന്താണ്, ഇവിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മാസം ഏതാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഗ്രീൻലാൻഡിലെ അപർനാവിക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മാസം നമുക്ക് പറയാം ഏതാണ്. വർഷണം കൂടുതൽ കിട്ടിയത് ഏത് മാസത്തിലാണെന്ന് പറയാൻ കഴിയും. അത് ജൂലൈ അല്ല, നമ്മൾ പറഞ്ഞുതരാം, 55 ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. വർഷണം ഏറ്റവും കൂടിയിരിക്കുന്നത് 55 ഓഗസ്റ്റ് മാസത്തിലാണ്. ഇനി ഏറ്റവും കുറവ് മഴ ലഭിച്ച മാസം, ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ഏത് മാസത്തിലാണ്? ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ഫെബ്രുവരി മാസത്തിലാണ്. അത് 13 മില്ലിമീറ്ററാണ് മഴ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശരാശരി താപനില രേഖപ്പെടുത്തിയ മാസം ചോദിച്ചാൽ നമുക്ക് ഏത് പറയാൻ കൂടും? കൂടുതൽ ശരാശരി താപനിലയാണെങ്കിൽ അത് 6.4 ജൂലൈ മാസത്തിലാണ്. ഇനി ഏറ്റവും കുറവ് ശരാശരി താപനില രേഖപ്പെടുത്തിയ മാസം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, -23.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതാണ് ടണ്ട്ര മേഖലയിലെ കാലാവസ്ഥ. ഇനി നമ്മൾ കൂടിയ ശരാശരി താപനില, കുറഞ്ഞ ശരാശരി താപനില, അതുപോലെ വാർഷിക താപാന്തരം. അപ്പോൾ കൂടിയ ശരാശരി താപനില, അതുപോലെ കുറഞ്ഞ ശരാശരി താപനില ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വാർഷിക താപാന്തരം എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി ടണ്ട്ര മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ചില്ലേ? ഏതൊരു പ്രദേശത്തിൻ്റെയും സസ്യജന്തു വൈവിധ്യം ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥാ സവിശേഷതകളെ ആശ്രയിച്ചായിരിക്കുമെന്ന് നമുക്കറിയാം.
വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സൂര്യപ്രകാശവും അതിശൈത്യവും മൂലം ഈ മേഖലയിൽ സസ്യജാലങ്ങൾ പൊതുവെ വിരളമാണ്. അപ്പോൾ ടണ്ട്ര മേഖലയിൽ നമുക്കറിയാം എന്താണ്, ഭയങ്കര ശൈത്യം വളരെ കൂടുതലാണ്, തണുപ്പ് കാലം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ എന്ത് കുറവാണ്, സൂര്യപ്രകാശം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സസ്യജാലങ്ങൾ പൊതുവെ വിരളമാണ്. അപ്പോൾ സസ്യങ്ങളൊക്കെ വളരെ കുറവാണ്. ജന്തുവൈവിധ്യം തീരെ കുറവാണ്. അപ്പോൾ സസ്യങ്ങളെന്ന പോലെ തന്നെ സസ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവത്തുള്ളൂ, ജന്തുവൈവിധ്യം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ സസ്യജൈവൈവിധ്യവും ജന്തുവൈവിധ്യവും ഏത് മേഖലയിൽ തീരെ കുറവാണെന്ന് നമുക്ക് പറയാം, ടണ്ട്ര മേഖലയിൽ തീരെ കുറവാണെന്ന് പറയാം. ടണ്ട്ര മേഖലയിലെ നൈസർഗിക സസ്യജന്തുജാലങ്ങളെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ കാണുമല്ലോ, പക്ഷെ അവയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികൾ മൂലം ടണ്ട്ര മേഖലയിൽ സാധാരണഗതിയിൽ വൃക്ഷങ്ങളൊന്നും തന്നെ കാണപ്പെടാറില്ല. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നമ്മൾ പറഞ്ഞു എന്താണെന്ന്, തണുപ്പാണെങ്കിൽ വളരെ കൂടിയ തണുത്ത കാലാവസ്ഥയാണ്. ഇനി അവിടെ വളരെ കുറച്ച് കാലയളവിൽ മാത്രമേ എന്തുള്ളൂ, സൂര്യൻ ഉദിക്കാറുള്ളൂ. അപ്പോൾ വേനൽക്കാലമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, വൃക്ഷങ്ങളൊന്നും തന്നെ കാണപ്പെടാറില്ല. പായലുകൾ, ലൈക്കണുകൾ, സെഡ്ജുകൾ, കുറ്റിച്ചെടികൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന സസ്യവർഗ്ഗങ്ങൾ. അപ്പോൾ ടണ്ട്ര മേഖലയിലെ പ്രധാന സസ്യവർഗ്ഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ഏതൊക്കെയാണ്. അവിടെ വലിയ വൃക്ഷങ്ങളൊന്നും തന്നെ ഇല്ല, സാധാരണഗതിയിലുള്ള വൃക്ഷങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ എന്തൊക്കെയാണുള്ളത്, അവിടെ പായലുകളുണ്ട്, ലൈക്കണുകളുണ്ട്, സെഡ്ജുകളുണ്ട്, അതുപോലെ കുറ്റിച്ചെടികൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന സസ്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. കുള്ളൻ, വില്ലോസ്, ബിർച്ചസ് എന്നീ സസ്യങ്ങളും ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിച്ച് ചിലയിടങ്ങളിൽ വളരുന്നതായി കാണാം. അപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ അവിടെ എന്താണ്, ചില സസ്യങ്ങളെ അതിജീവിച്ച് കാണുന്നത്. ഏതൊക്കെ സസ്യങ്ങളാണ് ഈ കാലാവസ്ഥയെ അതിജീവിച്ച് വളരുന്ന ചില സസ്യങ്ങളുണ്ട്, അവയാണ് കുള്ളൻ, വില്ലോസ്, അതുപോലെ ബിർച്ചസ് എന്നീ സസ്യങ്ങൾ. അപ്പോൾ കുള്ളൻ, വില്ലോസും ബിർച്ചസും ഒക്കെ കാലാവസ്ഥയെ അതിജീവിച്ച് വളരുന്ന ചില സസ്യങ്ങളാണ്. അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചിലയിനം കട്ടിയുള്ള പുല്ലുകൾ വളരുന്നു. ഇത്തരം മേച്ചിലിടങ്ങളെ മാത്രം ആശ്രയിച്ചാണ് റൈൻ ഡിയർ പോലുള്ള സസ്യഭോജികൾ ഇവിടെ അതിജീവനം സാധ്യമാക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് എന്താ നമ്മൾ പറഞ്ഞത്, ചില തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ അവിടെ എന്തുണ്ട്, ചിലയിനം കട്ടിയുള്ള പുല്ലുകളുണ്ട്. ഈ പുല്ലുകൾ ആർക്കാണ്, ഇത്തരം മേച്ചിലിടങ്ങളെ മാത്രം ആശ്രയിച്ച് അവിടെ റൈൻ ഡിയർ പോലുള്ള സസ്യഭോജികൾ അതിജീവിക്കുന്നുണ്ട്. അപ്പോൾ താണ്ടെ പുൽവർഗ സസ്യങ്ങളാണ് ഇവിടെ. ഇത് ഇവിടെ തന്നിട്ടുണ്ട്, ഇതുണ്ടോ, ഇതാണ് അവിടുത്തെ കുറ്റിച്ചെടികൾ എന്ന് പറയുന്നത്. ഇനി അവിടെ കുള്ളൻ ചെടികളുമുണ്ട്, കുള്ളൻ വില്ലോസ്. ഈ കാണുന്നതാണ് ഇവിടെയുള്ള കുള്ളൻ വില്ലോസ് എന്ന് പറയുന്നത്. വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന ടണ്ട്ര മേഖലയിലെ വേനൽക്കാലം വളരെ ഹ്രസ്വമാണെങ്കിലും വേനലിൻ്റെ വരവോടെ ഈ മേഖല കൂടുതൽ സജീവമാകുന്നു. അപ്പോൾ വേനൽക്കാലത്ത് ടണ്ട്ര മേഖല കൂടുതൽ സജീവമാകും. എങ്ങനെയാ, വേനലിൽ മഞ്ഞുരുകുന്നതോടെ കുറ്റിച്ചെടികൾ കായ്ക്കാനും പുഷ്പിക്കാനും തുടങ്ങുന്നു. അപ്പോൾ വേനലിൽ മഞ്ഞുരുകുമ്പോഴാണ് ഈ കുറ്റിച്ചെടികൾ എന്ത് ചെയ്യുന്നത്, കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുന്നത്. വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രാണികളെ ഭക്ഷിക്കാൻ തെക്ക് നിന്നും പക്ഷികൾ എന്ത് ചെയ്യുന്നു, ടണ്ട്ര മേഖലയിലേക്ക് ദേശാടനം ചെയ്യാറുണ്ട്. അപ്പോൾ വേനൽക്കാലം ആകുമ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്യും, കുറ്റിച്ചെടികൾ ഉണ്ടാകും. അവ കായ്ക്കുകയും പൂക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ തേനും കായും ഒക്കെ കഴിക്കാൻ വേണ്ടി ആര് വരാറുണ്ട്, പക്ഷികൾ വരാറുണ്ട്. അപ്പോൾ ദേശാടന പക്ഷികളാണ് അവിടെ കൂടുതൽ വരുന്നത്. ആർട്ടിക് കുറുക്കൻ, ചെന്നായ, ധ്രുവക്കരടി, കസ്തൂരി കാള, ആർട്ടിക് മുയൽ എന്നിവയാണ് ഇവിടെ കാണുന്ന മറ്റ് ജീവിവർഗങ്ങൾ. അപ്പോൾ ഇവിടെ കാണുന്ന മറ്റ് ജീവിവർഗങ്ങൾ ആരൊക്കെയാ, ആർട്ടിക് കുറുക്കനുണ്ട്, ചെന്നായുണ്ട്, ധ്രുവക്കരടിയുണ്ട്, കസ്തൂരി കാള, അതുപോലെ ആർട്ടിക് മുയൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന മറ്റ് ജീവിവർഗങ്ങൾ. അപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട്, ചിത്രത്തിൽ തന്നിട്ടുണ്ട് ധ്രുവക്കരടി, അതുപോലെ ആരാണ്, ആർട്ടിക് കുറുക്കനുണ്ട്, പിന്നെ ആരാ, ആർട്ടിക് മുയൽ. ഇത് കണ്ടോ, ആർട്ടിക് മുയലാണിത്. ഇത് ആർട്ടിക്കിലെ
കാളയാണ്, കസ്തൂരി കാള എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആർട്ടിക്കിലെ കാളയെ അറിയപ്പെടുന്ന പേരാണ് കസ്തൂരി കാള. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ടണ്ട്ര മേഖലയിലെ കാണപ്പെടുന്ന മൃഗങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക. ഇനി ടണ്ട്രയിലെ ജനജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ടണ്ട്രയിലെ ജനജീവിതം. പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് ടണ്ട്ര. ഇവിടുത്തെ മനുഷ്യജീവിതം മുഖ്യമായും തീരപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. പീഠഭൂമികളും പർവ്വതങ്ങളും സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാൽ തീരെ വാസയോഗ്യമല്ല. ചില നാടോടി ഗോത്രവർഗ്ഗങ്ങളാണ് ഈ മേഖലയിലെ പ്രധാന ജനവിഭാഗങ്ങൾ. നമുക്കറിയാം ടണ്ട്ര എന്ന് പറയുന്നത് പൊതുവെ താപനില വളരെ കുറഞ്ഞ, അതായത് ശീത കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളമായിട്ട് മനുഷ്യജീവിതമൊന്നും അവിടെ കാണാൻ പറ്റത്തില്ല. പിന്നെ മനുഷ്യരുണ്ടെങ്കിൽ തന്നെ അവിടെ എവിടെയാണ്, തീരപ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പീഠഭൂമികളും പർവ്വതങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ തീരെ വാസയോഗ്യമല്ല ഈ ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഉള്ളത് ചില നാടോടി ഗോത്രവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ ജനവിഭാഗം എന്ന് പറയുന്നത്. ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പരിശോധിച്ച് ടണ്ട്ര മേഖലയിലെ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയെന്നും അവർ വസിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നും തിരിച്ചറിയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ടണ്ട്ര മേഖലയിലെ പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അവർ വസിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്ക എന്നിവിടങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളെയാണ് എസ്കിമോസ് അല്ലെങ്കിൽ ഇന്യൂട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എസ്കിമോകളെ അല്ലെങ്കിൽ ഇന്യൂട്ടുകളെ കാണപ്പെടുന്നത്? എവിടെയൊക്കെയാണ്? ഗ്രീൻലാൻഡിലെ, വടക്കൻ കാനഡ, അലാസ്ക എന്നിവിടങ്ങളിലാണ് എസ്കിമോകൾ അല്ലെങ്കിൽ ഇന്യൂട്ടുകൾ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങൾ കാണപ്പെടുന്നത്. ഇനി വടക്കൻ ഫിൻലാൻഡ്, സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗമാണ് ലാപ്പിസ് എന്ന് പറയുന്നത്. അപ്പം ലാപ്പിസ് എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തെ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? വടക്കൻ ഫിൻലാൻഡ്, സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിലാണ് ലാപ്പിസിനെ കാണുന്നത്. സൈബീരിയയിൽ ആരാണുള്ളത്? സമോയഡ്സ് എന്ന് പറയുന്ന ഗോത്ര വിഭാഗം കാണപ്പെടുന്നത് എവിടെയാണ്? സൈബീരിയയിലാണ്. സൈബീരിയ, സമോയഡ്സ്. ലെന തടങ്ങളിലെ ഗോത്ര വിഭാഗമാണ് യാക്കുട്സ്. അപ്പം ലെന തടത്തിലെ ഗോത്ര വിഭാഗത്തിൻ്റെ പേരെന്താണ്? യാക്കുട്സ്. വടക്ക് കിഴക്കൻ ഏഷ്യയിലെ ഗോത്ര വിഭാഗക്കാരാണ് കൊറിയാക്സും ചുക്ചിയും. ചുക്ചി എന്നിവർ വടക്ക് കിഴക്ക് ഏഷ്യയിലെ ഗോത്ര വിഭാഗക്കാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാജ്യങ്ങളും അവിടുത്തെ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നുകൂടി കേൾക്കണമെങ്കിൽ ഒന്ന് കേട്ട് പോകണം. ഇനി നമ്മൾ പറയുന്നത് വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ടണ്ട്രയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ. അപ്പോൾ ഇവരുടെ പ്രധാന ഉപജീവന മാർഗങ്ങളാണ് വേട്ടയാടലും പിന്നെന്താ മത്സ്യബന്ധനവുമാണ്. തിമിംഗലങ്ങൾ, സീലുകൾ, കാരിബു, വിവിധ തരം മത്സ്യങ്ങൾ, പക്ഷികൾ, രോമമുള്ള മൃഗങ്ങൾ എന്നിവ അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമായതെല്ലാം നൽകുന്നു. അപ്പോൾ ഇവർക്ക് ഭക്ഷണം, വസ്ത്രം എന്നിവയ്ക്കുള്ള മൃഗങ്ങളെയും മത്സ്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ഇവരുടെ ഉപജീവനം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വേട്ടയാടലും മത്സ്യബന്ധനത്തിലെ തിമിംഗലങ്ങൾ, സീലുകൾ, കാരിബു, പിന്നെ വിവിധ തരം മത്സ്യങ്ങൾ, അതുപോലെ പക്ഷികൾ, രോമമുള്ള മൃഗങ്ങൾ, ഇവയൊക്കെ അവർ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ എല്ലുകളും മറ്റും ആയുധങ്ങളായും ഉപകരണങ്ങളായും പാത്രങ്ങളായും വരെ ഇക്കൂട്ടർ പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലെന്താണ്? എല്ലാണ് ഇവരുടെ ആയുധങ്ങൾ, അല്ലെങ്കിൽ ഇവയൊക്കെ ഉപകരണങ്ങളായിട്ടും പാത്രങ്ങളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീൻലാൻഡിലെ പോളാർ എസ്കിമോസ് തങ്ങളുടെ പൂർവികരുടേതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത ഒരു പ്രാകൃത ജീവിത രീതിയാണ് നയിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പ്രാകൃത ജീവിത രീതി നയിക്കുന്ന ഒരു വിഭാഗം ഗോത്രവർഗ്ഗക്കാരാണ് പോളാർ എസ്കിമോസ് എന്ന് പറയുന്നത്. ഇവരെ എവിടെയാണ് കാണപ്പെടുന്നത്? ഇവർ ഗ്രീൻലാൻഡിലാണ് കാണപ്പെടുന്നത്. ഗ്രീൻലാൻഡിലെ പോളാർ എസ്കിമോസ് ആണ്.
ശൈത്യകാലത്ത് ഇഗ്ലൂ എന്ന് വിളിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ഇവർ വേനൽക്കാലമാകുന്നതോടെ വേട്ടയ്ക്കായും മത്സ്യബന്ധനത്തിനായും മറ്റിടങ്ങളിലേക്ക് കുടിയേറുന്നു. അപ്പോൾ ഇവർ ശൈത്യകാലത്ത് താമസിക്കുന്ന വീടാണ് ഇഗ്ലൂ. ആ വീട്ടിലാണ് ശൈത്യകാലത്ത് താമസിക്കുന്നത്. എന്നിട്ട് വേനൽക്കാലമാകുന്നതോടെ ഇവർക്ക് എന്ത് ചെയ്യും? വേട്ടയ്ക്കായും മത്സ്യബന്ധനത്തിനും മറ്റിടങ്ങളിലേക്ക് കുടിയേറിപ്പോകും. അരുവികളുടെ തീരങ്ങളിൽ മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ ടെന്റുകളിലാണ് ഇക്കാലയളവിൽ ഇവർ താമസിക്കുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് ഇവർ താമസിക്കുന്നത് എവിടെയാണ്? അരുവികളുടെ തീരങ്ങളിലാണ്. അവിടെ ടെന്റുകൾ, മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ ടെന്റുകളുണ്ട്. ആ ടെന്റുകളിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. ഈ കാലയളവിൽ ഇവർ താമസിക്കാറെന്ന് നമ്മൾ പറഞ്ഞു. ഹിമക്കരടികളെ പോലും വേട്ടയാടി ഭക്ഷിക്കുന്ന എസ്കിമോകളുമുണ്ട്. അപ്പോൾ ഇവരിൽ ആരാണ്? ഹിമക്കരടികളെ വേട്ടയാടി ഭക്ഷിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അലാസ്കയിലെ എസ്കിമോകൾ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, അലാസ്കൻ എസ്കിമോകളാണ് ഈ കാണുന്നത്. ഇനി ഇത് വടക്ക് കിഴക്കൻ ഏഷ്യയിലെ കോറിയാസ് ആണ്. കോറിയാസ് വടക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു വിഭാഗം ഗോത്രവർഗമാണ് കോറിയാസ്. ഇനി സൈബീരിയയിലെ സമോയിഡ്സ് ആണ് ഇതാ ഈ കാണുന്നത്. ഇതാണ് സൈബീരിയയിലെ സമോയിഡ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ യൂറോപ്യന്മാരുമായുള്ള സമ്പർക്കത്തിലൂടെ എസ്കിമോകളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തീരദേശ ഗ്രാമങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വീടുകളിലാണ് എസ്കിമോകൾ താമസിക്കുന്നത്. അപ്പോൾ 10-60 വർഷം കൊണ്ട് യൂറോപ്യന്മാരുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ വന്നപ്പോൾ എസ്കിമോകളുടെ ജീവിത രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഇവർ ആധുനിക സൗകര്യങ്ങളോടുകൂടി തീരദേശ ഗ്രാമങ്ങളിൽ വീടുകളിലാണ് എസ്കിമോകൾ ഇപ്പോൾ താമസിക്കുന്നത്. കയാക്കുകൾ എന്ന് വിളിക്കുന്ന തുഴവഞ്ചികൾക്ക് പകരം മത്സ്യബന്ധനത്തിനായി ഇന്നവർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നേരത്തേക്ക് അവർ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്നത് കയാക്കുകൾ എന്ന് വിളിക്കുന്ന തുഴവഞ്ചികളായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിന് പകരം അവർ ഉപയോഗിക്കുന്നത് സ്പീഡ് ബോട്ടുകളാണ്. രോമമുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നു. അപ്പോൾ രോമമുള്ള മൃഗങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു? വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നു. ഇനി സൈബീരിയയിലെ റൈൻ ഡിയർ ഫാമാണ് നമ്മൾ ഈ കാണുന്നത്. സൈബീരിയയിലാണ്, ഡിയർ ഫാമാണ്. കാനഡയിലെയും അലാസ്കയിലെയും ടണ്ട്ര മേഖലയിലെ പലയിടങ്ങളിലും എസ്കിമോകളുടെ കുട്ടികളെ ആധുനിക ജീവിത രീതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നതിനായി സ്കൂളുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആധുനിക രീതിയുമായി ജീവിച്ച് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ സ്കൂളുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ്? കാനഡയിലെയും അലാസ്കയിലെയും ടണ്ട്ര മേഖലയിലെ ആളുകളാണ്. അതുപോലെ തന്നെ യൂറേഷ്യൻ ടണ്ട്രയിലെ മിക്ക ഗോത്രവർഗ്ഗങ്ങളും മേച്ചിൽപ്പുറങ്ങൾ തേടി റൈൻ ഡിയർ കൂട്ടങ്ങളുമായി നാടോടി ഇടയ ജീവിതം നയിക്കുന്നവരാണ്. അപ്പോൾ ഇടയ ജീവിതം നയിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളുമുണ്ട്. അവരാരാണ്? യൂറേഷ്യൻ ടണ്ട്രയിലെ മിക്ക ഗോത്രവർഗ്ഗങ്ങളുമാണ്. അവർ മേച്ചിൽപ്പുറങ്ങൾ തേടി എന്ത് ചെയ്യുന്നു? ഈ റൈൻ ഡിയറുമായി കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ നാടോടി ഇടയ ജീവിതം നയിക്കുന്നവരാണ് യൂറേഷ്യൻ ടണ്ട്രയിലെ ഗോത്രവർഗ്ഗക്കാർ. സൈബീരിയൻ ടണ്ട്രയിൽ രോമത്തിനായി റൈൻഡിയർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതിനായി ധാരാളം വിശാലമായ ഫാമുകളും കാണാം. അപ്പോൾ സൈബീരിയൻ ടണ്ട്രയിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ രോമത്തിനായി റൈൻഡിയറിനെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതിനായിട്ട് വിശാലമായ ഫാമുകളുണ്ട്. ടണ്ട്ര മേഖലയിലെ ധാതു ഖനനം നിരവധി പുതിയ വാസയിടങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി. ടണ്ട്ര മേഖലയുടെ തെക്കുഭാഗത്ത് അനുകൂല കാലാവസ്ഥ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ചിലയിടങ്ങളിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് പാകമാകുന്ന ധാന്യങ്ങളും കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നത് ടണ്ട്രയിലെ ആധുനിക കൃഷി രീതി. ഇത് കണ്ടോ. അപ്പോൾ നല്ല ആധുനിക രീതിയിൽ കൃഷി ചെയ്യുന്നത് ആണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? ടണ്ട്ര മേഖലയിലെ തെക്ക് ഭാഗത്താണ് കേട്ടോ ഇത്. അനുകൂല കാലാവസ്ഥാ സാഹചര്യമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് അവരെന്ത് ചെയ്യുന്നു? കുറഞ്ഞ കാലയളവ് കൊണ്ട് പാകമാകുന്ന ധാന്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇഗ്ലു നമ്മൾ പറഞ്ഞല്ലോ. ടണ്ട്ര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകൾ മഞ്ഞുകട്ടകൾ വെട്ടിയെടുത്ത് അടിത്തട്ട് വൃത്താകൃതിയിലും മുകൾ ഭാഗം മകുടത്തിൻ്റെ ആകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക വാസ ഇടങ്ങളെയാണ്
ഇഗ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇഗ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടണ്ട്ര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകൾ മഞ്ഞുകാലത്ത് എന്ത് ചെയ്യുന്നു? താമസിക്കുന്ന വീടിന് പറയുന്ന പേരാണ് ഇഗ്ലൂ. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണ്? മഞ്ഞുകട്ടകൾ വെട്ടിയെടുത്ത് അടിത്തട്ടെന്ന് പറയുന്നത് വൃത്താകൃതിയിലായിരിക്കും. അതിൻ്റെ മുകൾ ഭാഗം ഒരു മകുടത്തിൻ്റെ ആകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക വീടുകളാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. ഇനി ഡോഗ് സ്ലഡ്ജ് ഉണ്ട്. ഡോഗ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതാഗതത്തിനായി മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന പ്രത്യേകതരം വണ്ടികൾ ടണ്ട്ര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. നായ്ക്കൽ വലിച്ചു കൊണ്ടുപോകുന്ന ഇവയെ സ്ലഡ്ജുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം നായ്ക്കൽ വലിച്ചു കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ്. നായ്ക്കൽ വലിച്ചു കൊണ്ടുപോകുന്ന ഈ സ്ലഡ്ജ് പോലുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇത് എന്താണ്? സ്ലഡ്ജ് എന്നറിയപ്പെടുന്ന ഇത് ടണ്ട്ര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ടണ്ട്രയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ മുൻ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയില്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചവർക്കൊക്കെ അറിയാം. നമ്മൾ എന്താണ് കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിൽ സംഭവിക്കുന്നതും അതിനുള്ള കാരണങ്ങളുമൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. ആഗോളതാപനത്തിൻ്റെ ഫലമായി ടണ്ട്ര മേഖലയിലെ ഐസ് പാളികൾ പെർമാഫ്രോസ്റ്റ് അത് ഗണ്യമായ തോതിൽ ഉരുകുന്നു. ഇത് ഇവിടത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും പാരിസ്ഥിതിക സന്തുലനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടണ്ട്രയിലെ എന്താണ് ഐസ് പാളികൾ അത് ഗണ്യമായ തോതിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ആഗോളതാപനമാണ് കാരണം. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഇവിടുത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും പാരിസ്ഥിതിക സന്തുലനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തികച്ചും വ്യത്യസ്ത കാലാവസ്ഥാ വൈവിധ്യങ്ങൾ പുലർത്തുന്ന രണ്ട് മേഖലകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളെക്കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള സാങ്കല്പിക യാത്രാക്കുറിപ്പുകൾ വായിച്ചല്ലോ. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ടണ്ട്ര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ പരിവേഷകൻ നിങ്ങളാണെന്ന് സങ്കല്പിക്കുക. ചുവടെ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് മേഖലകളെയും താരതമ്യം ചെയ്തുകൊണ്ടൊരു യാത്രാ വിവരണം തയ്യാറാക്കുക. അനുയോജ്യമായ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി യാത്രാ വിവരണം മനോഹരമാക്കാൻ ശ്രദ്ധിക്കുമ്പോൾ ഇത് കുട്ടികൾക്കുള്ള വർക്കാണ്. ഇനി അതിലെന്തൊക്കെ ഉൾപ്പെടുത്താം? കാലാവസ്ഥ, ജന്തുജാലങ്ങൾ, ജനജീവിതം, നേരിടുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ നമുക്ക് ഒരു എന്താണ് കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വർഷം മുഴുവൻ ഉയർന്ന താപനില ലഭിക്കുന്ന ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെയും അതിതീവ്ര ശൈത്യം അനുഭവിക്കുന്ന ടണ്ട്ര കാലാവസ്ഥാ മേഖലയുടെയും സവിശേഷതകളിലൂടെയാണ് നാം കടന്നുപോയത്. ഇവയിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലേ നാം ജീവിക്കുന്ന പ്രദേശം? എത്രത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. ഈ വൈവിധ്യങ്ങളോട് അനുരൂപണം സാധ്യമാക്കി ഓരോ പ്രദേശങ്ങളിലും അതിജീവിക്കുന്ന സസ്യജന്തുജാലങ്ങളെയും മനുഷ്യരെയും നാം കണ്ടു. ഈ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതിയോട് താതാത്മ്യം പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ന്യൂ സിലബസ് പ്രകാരമുള്ള എല്ലാ PSC എക്സാമുകൾക്കും ഈ ന്യൂ സിലബസ് പ്രകാരമുള്ള SCERT അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ തുടക്കത്തിലേ നമ്മൾ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇനി ഇപ്പോഴൊന്നും ഈ ഒരു SCERT മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് പഠിച്ച് മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയും വേഗം എല്ലാവർക്കും നല്ല ഒരു ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ടിടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.